നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ ഉപസംഘടനയായ തൊയ്ബാത്ത് വലിയ സുരക്ഷാ ഭീഷണിയാകുന്നതായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ്. പൂർണ്ണമായി സ്ത്രീകൾ മാത്രമുള്ള വിഭാഗമാണ് തൊയ്ബാത്ത്. 2025 രൂപീകൃതമായ ഈ വിഭാഗം 2026 തുടക്കത്തോടെ തീവ്രവാദ റിക്രൂട്ട്മെന്റിലൂടെ പൂർണ്ണമായി പ്രവർത്തന സജ്ജമായതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഭീകര പ്രവർത്തനങ്ങൾക്കായി AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിലടക്കം മുന്നിൽ നിൽക്കുന്ന ഇവർ ഇന്ത്യക്കെതിരായ പുതിയ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണെന്ന് ഇന്റലിജൻസ് ബ്യൂറോ വ്യക്തമാക്കുന്നു. തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പുതിയ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് നൽകുന്നതിലും ഇവർ മുന്നിലാണ്. ഈ സംഘടനയിലെ 80% സ്ത്രീകളും സ്വമേധയാ സംഘടനയിൽ ചേർന്നതാണെന്നാണ് അന്വേഷണ ഏജൻസികളെ പോലും ഞെട്ടിക്കുന്നത്. നേരത്തെ പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ലഷ്കർ ഇ തോയ്ബയ്ക്ക് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു. 100-ലധികം ഭീകരരും ഖാലിദ് മുദ്സർ ഖദിയാൻ തുടങ്ങിയ മുൻനിര ഭീകരന്മാരും കൊല്ലപ്പെടുകയും 9ഓളം ക്യാമ്പുകൾ അന്ന് തകരുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ലഷ്കറിലേക്ക് യുവാക്കളുടെ റിക്രൂട്ട്മെന്റ് കുത്തനെ കുറഞ്ഞ ഘട്ടത്തിലാണ് വനിതാ വിഭാഗം രംഗത്തിറങ്ങുന്നത്. കൊല്ലപ്പെട്ട ഭീകരരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് തുടക്കത്തിൽ ലഷ്കർ സൃഷ്ടിച്ച സഹതാപമുണ്ടാക്കിയാണ് സ്ത്രീകളെ ഇതിലേക്ക് ആകർഷിച്ചത്. ഇതായിരുന്നു ആദ്യപടി. ഈ സഹതാപ തരംഗം ക്ലിക്കായതോടെ സ്ത്രീകൾ സ്വയം ഈ ഗ്രൂപ്പിലേക്ക് ആകർഷിതരായി. പിന്നീട് ഇത് വലിയൊരു കണ്ണിയായി മാറുകയായിരുന്നു. മാത്രമല്ല, ഇന്ത്യൻ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം സ്വമേധയുള്ള ഈ റിക്രൂട്ട്മെന്റുകൾ വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ലഷ്കർ ഇ തോയ്ബയിലേക്ക് യുവാക്കളെ ആകർഷിച്ചുകൊണ്ടുവരുന്നതിൽ ഈ സ്ത്രീകൾ വളരെ മുൻപന്തിയിലാണ് എന്നതും മറ്റൊരു പ്രധാന പ്രശ്നമാണ്. ഭാവിയിലെ ആക്രമണങ്ങളിലും വ്യാജ പ്രചാരണങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് ലഷ്കർ വനിതാ വിഭാഗത്തെ ഉപയോഗിച്ചുള്ള ഈ നീക്കം നടത്തിയത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി AI പരിശീലനം ലഭിച്ച വനിതാ ഭീകരർ പുതിയതായി എത്തുന്നവർക്ക് ക്ലാസുകളും എടുത്ത് നൽകുന്നുണ്ട്. നിലവിൽ ഇവർ ചാവേറുകളാകാനോ നേരിട്ടുള്ള ആക്രമണങ്ങൾക്കോ പരിശീലനം ആരംഭിച്ചിട്ടില്ല. എന്നാൽ തീവ്രവാദ ആശയ പ്രചാരണം, പുതിയ ആളുകളെ കണ്ടെത്താനുള്ള റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ, സോഷ്യൽ മീഡിയ വഴിയുള്ള വ്യാജ പ്രചാരണങ്ങൾ, AI സാങ്കേതികവിദ്യയുടെ ഉപയോഗം എന്നിവയിൽ ഈ വനിതാ ഭീകരരാണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇന്ത്യയോടുള്ള കടുത്ത വിദ്വേഷമാണ് സ്വമേധയാ മുന്നോട്ട് വരാൻ ഇവർക്ക് പ്രേരണയാകുന്നതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ലഷ്കർ ഇ തോയ്ബ എന്ന മാതൃ സംഘടനയേക്കാൾ അപകടകാരിയായി തൊയ്ബാത്ത് ഉടൻ തന്നെ മാറിയേക്കുമെന്ന് ഇന്റലിജൻസ് ബ്യൂറോയിലെ ഒരു ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകുന്നു. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞുള്ള ഘട്ടത്തിൽ തിരിച്ചുവരവ് നടത്താൻ ലഷ്കർ ഇ തോയ്ബ വലിയ പ്രയാസം നേരിട്ടിരുന്നു. സംഘടനാ നേതൃത്വത്തിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നതോടെ പുതിയ റിക്രൂട്ട്മെന്റുകൾ ഗണ്യമായി കുറഞ്ഞു. എന്നാൽ തൊയ്ബാത്തിന്റെ കാര്യത്തിൽ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. രൂപീകരണത്തിന് ശേഷം നടന്ന റിക്രൂട്ട്മെന്റുകളിൽ ഏകദേശം 80% പേരും സ്വമേധയാ സംഘടനയിലേക്ക് എത്തിയവരാണ്. ഇതൊരു അപകടകരമായ സൂചന കൂടിയാണ്. ഭീകര സംഘടനകളുടെ ഭാഗമാകാനുള്ള സ്ത്രീകളുടെ സന്നദ്ധത കൂടിയാണ് ഇതിലൂടെ തെളിയുന്നത്. അതോടൊപ്പം ഇന്ത്യയോടുള്ള ശക്തമായ വിദ്വേഷവും ഈ പ്രവണത പ്രകടമാക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലഷ്കറിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിലും തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും ഇവരാണിപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഭീകരാക്രമണങ്ങളിൽ നേരിട്ട് പങ്കാളികളാകുന്നതിനേക്കാൾ അതിനുള്ള തലച്ചോർ ഇപ്പോൾ ഇവർ പ്രവർത്തിപ്പിക്കുന്നുവെന്ന് ചുരുക്കം. മറ്റൊരു ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് 2025 ഒക്ടോബറിൽ മസൂദ് അസറിന്റെ സഹോദരി സാദി അസറിന്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഉൽ മുഅമിനത്ത് എന്ന വനിതാ വിഭാഗം തുടങ്ങിയിരുന്നെങ്കിലും തൊയ്ബാത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് നിർജ്ജീവമാണ്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരിയായ സാദി അസറിന്റെ നേതൃത്വത്തിലുള്ള ഈ വനിതാ വിഭാഗം 2025 ഒക്ടോബറിലാണ് രൂപീകരിച്ചത്. ജമാഅത്ത് അൽ മുഅമിനത്ത് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ തൊയ്ബാത്തിന്റെ പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പരിമിതമാണെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു.